ഒരു നാടൻ ചിക്കൻ വറവിട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇത് ചേപ്പൻ വറവല്ല കേട്ടോ. ചേപ്പൻ വറവിൽ നമ്മൾ പൊടികളൊന്നും ഇടുന്നില്ല. ഇത് ഞാൻ കുറച്ച് മസാല ഇടുന്നുണ്ട്. കാരണം നമ്മളെ ഗൗരിക്കുട്ടിക്ക് കുറച്ച് മസാല ഉള്ള ചിക്കനാണ് ഇഷ്ടം. ഇത് ആ മസാല ഇങ്ങനെ നക്കി തിന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മസാല ഇടും. മസാല വെച്ചാൽ ചിക്കൻ മസാല ഇടുള്ളൂ കേട്ടോ. വലിയ കളറൊന്നും ഇല്ലാത്തൊരു ചിക്കനാണ്. അവിടെ മൂപ്പാവാത്ത തേങ്ങയാണ്. അപ്പോൾ കുറച്ചൊന്നുകൊണ്ട് പൊരിയട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള ഇട്ടെടുക്കട്ടെ. ഒന്നുകൂടെ മൂക്കട്ടെ കേട്ടോ. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളമൊന്നും ഒഴിക്കാതെ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇരുന്നോട്ടെ. നമുക്ക് വീഡിയോ എടുക്കാൻ ഏറ്റവും സുഖം വിറകടുപ്പിലാട്ടോ. ഇവിടെ മറ്റേതിന് അത്രയ്ക്ക് പോരാ. അത്ര മതി. ഇനി നമുക്ക് ഇത് ചിക്കനിൽ കിടന്നിട്ട് ഇത് മൂത്ത് വരും കേട്ടോ. അപ്പോൾ മസാല ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞപ്പൊടി ഒരു സ്പൂൺ കാണാമല്ലോ. കുറച്ച് ചിക്കൻ മസാല. ഗൗരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല ഇടുകയാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഒട്ടും ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്ക് മസാല വേണം. വെളിച്ചെണ്ണ കിടന്ന മസാല ഒന്ന് മൂത്തോട്ടെ. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറുതാക്കി മുറിച്ച ഒരു കോഴി കേട്ടോ. അത് കോഴി ഫുള്ളും ചിലപ്പോൾ ഇടൂല, കുറച്ചേ ഇടുള്ളൂ. കുട്ടികളുള്ളതല്ലേ. അപ്പോൾ അവർക്ക് നല്ല രാവിലേക്ക് ചായക്ക് പലഹാരത്തിന് എന്തിനെങ്കിലും നമുക്കൊന്ന് കറിയാക്കാനോ ചാറാക്കാനോ ഉണ്ടായാൽ നല്ലതല്ലേ. ഉപ്പിട്ടെടുത്തു, കുറച്ചു എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ കിടന്നിട്ട് ആദ്യം ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് തീയിൽ കുറച്ചിട്ട് അതിൽ വെച്ചിട്ട് അടുത്തേക്ക് വേവിച്ചെടുക്കും. നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി കൊടുക്കാം, മറന്നു പോയില്ല. ഇനി നമുക്ക് തീ പിരിക്കാം കേട്ടോ. കാരണം ഇത് തിളച്ചു, ആവി നല്ലോണം വന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടച്ച് വെച്ചിട്ട് ഇനി ചെറിയ തീയിലിട്ട് കിടന്ന് ഇങ്ങനെ വെന്ത് വരണം. അല്ലെങ്കിൽ അത് വേവൂല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണേ. കുറച്ചൊന്നുണ്ട ഒതുങ്ങട്ടെ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചു. നമുക്കിത്
വെള്ളം വരുന്ന വരെ ചെറിയ തീയിൽ എല്ലാവരും ഉണ്ടോ വെള്ളം വരുന്നുണ്ട്. ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ടേ. ഞാൻ ചിക്കനൊക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതൊക്കെ എടുത്തു. വേവട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയില്ലേ. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നാൽ പിന്നെ അതിൻ്റെ ഒപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടി നമുക്ക് പിടിച്ചോളൂ. ചെറിയ തീയണ വേണം, അല്ലെങ്കിൽ അത് വെള്ളം വേഗം വറ്റിപ്പോകും കേട്ടോ. കുരുമുളക് പൊടി ഇട്ടെടുക്കുക. കാരണം ഇത് ചിക്കൻ മസാലേൻ്റെ എരിവ് മാത്രമേ എല്ലാം ഉള്ളൂ നമ്മളിതിലിട്ടിട്ട്. അപ്പോൾ ഇത് കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം ചിക്കൻ കഷ്ണത്തമ്മൽ ഒന്നും പിടിച്ചോട്ടെ കേട്ടോ. എന്നും മസാല അരച്ച് ഇങ്ങനെ നമ്മളിത് കുറുക്കി വെക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇച്ചിരി കുറവാണ്, ഇച്ചിരി കുറവ്. നല്ലോണം ലേശം കുറവുണ്ട്. അപ്പോൾ കുറച്ചിട്ടു കേട്ടോ. കല്ലുപ്പാണ് ഇട്ടത്, അത് പിടിച്ച് വരണ്ടേ. അതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല, ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടുള്ളേ. കുരുമുളക് പൊടി നല്ല കളറില്ല ഇത് കാണാനും. അടിപൊളി കേട്ടോ. ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ. തീ അങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് വരട്ടെ. കിടന്ന് വേവട്ടെ കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ഇങ്ങനെ അമ്പേ എന്തൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ അറിയത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ട്. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് പറയാമല്ല. നല്ല എന്തിനാ കുറേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കണം വെറുപ്പിക്കാൻ. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളേ. എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റിയെങ്കിൽ വരുള്ളൂ കേട്ടോ. ഓരോരോ സാഹചര്യം അങ്ങനെ ആവുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.